ചീര തോരൻ വെക്കാനായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ചീര നമ്മൾ നന്നായിട്ട് ഉപ്പുവെള്ളത്തിലിട്ട് കഴുകണം. ഇപ്പം നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചാണെങ്കിൽ നമുക്കറിയാലോ വിഷം അടിച്ചിട്ടുള്ളതാണോ ഇല്ലയോ എന്നുള്ളത്. വിഷം ഇല്ലാത്തതാണെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. എന്തെങ്കിലും മണ്ണോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഏറെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ഒരു തുള്ളി പോലും വെള്ളമില്ലാണ്ട് അതിനെ ഉണക്കിയെടുക്കുക. അതിന് നേരത്തെ തന്നെ കഴുകി വെച്ചാൽ മതി. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഇലയാണിത്. ഞാനിതിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത്രയും ചീരയാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ചീര തോരൻ വയ്ക്കുമ്പോൾ തേങ്ങ കൂടുതൽ ചേർക്കാം, ചേർക്കാതിരിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലിവിടെ ചീരയൊക്കെ തോരൻ വയ്ക്കുമ്പോൾ ഒത്തിരി തേങ്ങ ചേർത്താൽ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് ഞാൻ തേങ്ങ കുറച്ചാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അരപ്പ് എന്തൊക്കെയാണെന്ന് കാണാം. തേങ്ങ ചിരകിയത് 1 കപ്പ്, അതായത് അരമുറി തേങ്ങ ഇതിലേക്ക് ചിരണ്ടി വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക്. നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ ഒരല്പം എരിവ് ഇതിന് ഉള്ളതാണ് നല്ലത്. നല്ല മൂത്ത 3 പച്ചമുളക് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഉള്ളി 3-4 എണ്ണം, ചെറിയ ഉള്ളി, 1 കഷ്ണം വെളുത്തുള്ളി, ഇച്ചിരി മുഴുത്ത അല്ലിയാണ്, ഒരു വെളുത്തുള്ളി അല്ലി, മഞ്ഞൾ, ഉപ്പ്, കറിവേപ്പില. തോരൻ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒതുക്കിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾ, ഉപ്പ്, കറിവേപ്പില ഇവയെല്ലാം കൂടി നന്നായിട്ട് അരയ്ക്കുക. അതിലേക്ക് തേങ്ങയിട്ട് ഒതുക്കിയെടുക്കുക. അത്രേ ചെയ്യാവുള്ളൂ. ഒരുപാട് അരഞ്ഞു പോയാൽ ശരിയാവില്ല. അതുപോലെ വെള്ളം ഒട്ടും ചേർക്കുകയും ചെയ്യരുത്. തോരൻ തയ്യാറാക്കുന്ന വിധം: ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ പാത്രത്തിലേക്ക് പരന്ന് കിടക്കുന്നതേ ഉള്ളൂ. പക്ഷേ 1.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാനതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇനി വളരെ കുറച്ച് കടുക് നമുക്കതിലേക്ക് ഇടാം. 1/2 ടീസ്പൂൺ കടുകിടാം. ഇതിലേക്ക് 2-3 വറ്റൽമുളക് നമുക്ക് മുറിച്ചിടാം. ഞാൻ തേങ്ങ ഒരുപാട് നമ്മൾ ഒത്തിരി എണ്ണ വേണ്ടാഞ്ഞിട്ടാണ് ചേർക്കാത്തത്. നിങ്ങൾക്ക് കൂടുതൽ എണ്ണ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നമ്മൾ എണ്ണ കുറച്ച് ചേർക്കുന്നത് കൊണ്ട് കടുക് ഒരു സൈഡിലേക്ക് കൂട്ടിയിട്ട് ഇത് നന്നായിട്ട് പൊട്ടിയും നമ്മൾ ഉറപ്പ് വരുത്തണം. ഞാൻ ഇത്രയും വലിയ പാത്രം എടുത്തിരിക്കുന്നത് ഇത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പാൻ എടുത്തിരിക്കുന്നത്. മുളകും മൂത്തു, കടുകും പൊട്ടി. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പിടാം. ഇതാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്. ഒതുക്കിയാണ് വെച്ചിരിക്കുന്നത്. ആദ്യമേ ഞാൻ മുളകും ഉള്ളിയെല്ലാം കൂടെ നന്നായിട്ട് അരച്ചതിന് ശേഷം തേങ്ങ അതിലേക്ക് ചേർത്ത് ഒതുക്കിയിട്ടു. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. മിക്സിയുടെ ജാറ് കഴുകി ഒരു 10 ml വെള്ളം കാണുന്നത് അപ്പോൾ നമ്മളതിലേക്ക് ഒഴിച്ചു. നമുക്ക് ചീര തേങ്ങ മഞ്ഞളിടാണ്ട് നമുക്ക് തേങ്ങ ചിരണ്ടിയിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചീരയിലൊക്കെ എപ്പോഴും പുഴുക്കളും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, വിഷം അടിച്ചൊക്കെ ഉണ്ടാക്കിയതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനൊരു ആൻറ്റിഡോട്ട് പോലെയാണ് മഞ്ഞൾ. ഈ വിഷമൊക്കെ ഉള്ള സാധനത്തിൽ ആൻറ്റിഡോട്ട് പോലെയാണ് നമ്മൾ മഞ്ഞളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നന്നായിട്ട് മഞ്ഞളൊക്കെ ചേർത്താണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ മുളകിൻ്റെ പച്ചമണം, ആ പച്ച കുത്തൽ മണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ചീര ഇതിലേക്ക് ചേർക്കണം. ചീരയിട്ട് ഇളക്കുക. അതുപോലെ ഇതെല്ലാം പച്ചയ്ക്ക് അരിഞ്ഞിട്ടാലും മതി, അരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ നല്ല ഉണക്കെന്ന് വെച്ചാൽ വെള്ളം ഒട്ടുമില്ല, നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ചീരയാണേ. നമുക്കിത് മുഴുവൻ ഇതിലേക്ക് ഇട്ടിളക്കാം.
നന്നായിട്ടൊന്ന് ചൂടായപ്പോൾ ചീര ഉടിഞ്ഞ് വരുന്നുണ്ട്. ഇങ്ങനത്തെ ഈ പച്ച ചീരയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ആൾക്കാർ പച്ച ചീര ഇഷ്ടമില്ലാത്തവർ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മളിങ്ങനെ ചീര നന്നായിട്ട് ഇളക്കി നല്ല ചൂടോടെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം 1-2 മുട്ട ഇതിലേക്ക് ഉടച്ചൊഴിക്കുക. അതിൻ്റെ കാരണം നേരത്തെ തന്നെ മുട്ട ഉടയ്ക്കുന്നതിൻ്റെ കാരണം അപ്പോൾ ഈ ചീരയിലേക്ക് ഈ തേങ്ങ പൊതിയുന്ന പോലെ തന്നെ മുട്ടയും കൂടെ അതിലേക്ക് പൊതിഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിനൊരു മാറ്റം കിട്ടും. കണ്ടില്ലേ, നമ്മൾ വെള്ളം ഒട്ടും ചേർത്തില്ല. അതേസമയം ഇതിനകത്ത് ഈ ചീര കഴുകിയ ഉടനെ തന്നെ നമ്മൾ അരിയുവാണെങ്കിൽ ഇതിനകത്തോട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരും. പിന്നെ നമ്മൾ ചീര അപ്പടി വെന്തും പോകും. അപ്പടി കുറേ സമയം നമ്മളിട്ട് വറ്റിക്കേണ്ട വരും. ഇപ്പം നേരത്തെ തന്നെ കഴുകി വെക്കുവാണെങ്കിൽ ഇതിനകത്ത് വെള്ളം മുഴുവൻ പോയിട്ട് ചീര നല്ല ഡ്രൈ ഇലയായിട്ട് ഇരിക്കും. അപ്പം നമുക്ക് ഇളക്കി എടുത്താൽ മതി. തണ്ടരിയുമ്പോൾ കനം കുറച്ചരിയുക. വീതി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നന്നായിട്ട് കനം കുറച്ചരിയുക. കാരണം ചീരയുടെ ഇല വാടുന്നൊപ്പം തന്നെ അതും വേകണം. അപ്പോൾ നമ്മൾ ഈ ചീര ഇല ഇട്ട് ഒരുപാട് നേരം വേവിക്കുന്നില്ല, മൂടി വയ്ക്കുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ അരപ്പിനൊന്ന് ഇളക്കി മൂപ്പിക്കുന്നത്. കാരണം അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഏകദേശം കറി റെഡിയാകാറായി. ഞാൻ തണ്ടയിൽ ഒരെണ്ണെടുത്തൊന്ന് കടിച്ച് നോക്കട്ടെ. ഒന്ന് വാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഒരിച്ചിരി നേരം കൂടെ ഒന്ന് ഇളക്കണം. അപ്പോൾ ഈ തണ്ടുണ്ടല്ലോ വെന്ത് കുഴഞ്ഞു പോകല്, നല്ല ക്രഞ്ചി ആയിട്ടിരിക്കണം. പക്ഷെ എന്നാൽ അതിന് നന്നായിട്ട് ചൂട് ചെന്ന് ആ പച്ചച്ചവ് മാറുകയും ചെയ്യണം. ഒന്ന് നമ്മൾ ഇടയ്ക്ക് കടിച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ ചീരയ്ക്ക് നമ്മൾ ഈ ഇലത്തോരൻ ഏതായാലും ആ തോരന് നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ഒരല്പം ഒന്ന് നന്നായിട്ട് ഒതുക്കണം. തീരെ ഒതുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇലയോടൊപ്പം ഈ തോരൻ്റെ തേങ്ങ കിടക്കില്ല, തേങ്ങ തന്നെ മാറിക്കിടക്കും. ഇതിപ്പോൾ ഇലയോടൊപ്പം തന്നെ നമുക്ക് തേങ്ങയും ചീരയും കൂടെ ഒന്നിച്ചാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പം അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരല്പം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെന്ന് പറഞ്ഞാൽ പേസ്റ്റ് പോലെ ആകല്ല, പക്ഷേ ഒതുക്കുക തന്നെയാണ്. പക്ഷെ ഇച്ചിരി നമ്മൾ സാധാരണ ഞാൻ പറയാറുണ്ടല്ലോ, നിങ്ങൾ തിരുമ്മി ഇട്ടാൽ മതി, കൈകൊണ്ട് ഞെരടിയാൽ മതി എന്നൊക്കെ പറയല്ലേ. അങ്ങനെയല്ല, ഒരു ലേശം കൂടെ ഒരു 2 വട്ടം ഒന്ന് മിക്സിയിൽ കറക്കുക തേങ്ങ. ഇപ്പോൾ നമ്മുടെ ചീര തോരൻ, പച്ച ചീര തോരൻ വെച്ചത് റെഡിയായി കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാണ്. ചീര വെച്ചതിന് ശേഷം, തോരനുണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലൊന്നും വെച്ച് ഉപയോഗിക്കരുത് എന്നാണ് പഴയ ആൾക്കാർ പറയുക. അമ്മയൊക്കെ പറയുന്നത് അങ്ങനെയാണ്, ചൂടോടെ തന്നെ അത് കഴിച്ച് തീർക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങളൊക്കെ കിട്ടുന്ന പാലക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൂട്ടാറുണ്ട്. നല്ലതല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇലക്കറികളൊന്നും തന്നെ നമ്മൾ പഴയതിന് കൂട്ടരുതെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചൂടോടെ തന്നെ ഈ കറി ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കുക. വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീവിയസ് മന്ന കിച്ചൻ.